സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്നറിയാമോ? സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് എത്രത്തോളം ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, ഈ മേടിക്കുന്നതിനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഇസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്, അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് തരമുണ്ട്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡപ്പും സബ്സ്ക്രൈബ് ബട്ട് നോട്ട് ഫുള്ളി പെയ്ഡപ്പും. അതായത് സബ്സ്ക്രൈബ് ചെയ്തു പക്ഷെ അതുമായി ബന്ധപ്പെട്ട പൈസ മുഴുവനായി പേ ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ട് നോട്ട് ഫുള്ളി പെയ്ഡ്. സബ്സ്ക്രൈബ് ചെയ്തതുമായി ബന്ധപ്പെട്ട പൈസ മുഴുവൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ആൻഡ് ഫുള്ളി പെയ്ഡ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓർക്കേണ്ടുന്ന കാര്യം, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ, അതായത് അതിന്റെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മാത്രമായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷനും റിലേറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ നോട്ട്സ് ടു അക്കൗണ്ട്സിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനിയിൽ എങ്ങനെയാണ് ഇഷ്യൂ ഓഫ് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന KSEB ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന്, കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിനുമായി ടെക് PSCയുടെ ബാച്ചിലേക്ക് ഏവരും ജോയിൻ ചെയ്യുക. താങ്ക്